കമ്പനിയല്ലേ അവരുടെ സപ്പോർട്ട് എങ്ങനെ തിയേറ്ററിൽ? അവര് കുഴപ്പമൊന്നുമില്ല. ദുൽഖറിന്റെ ആ ഒരു ബാനറും കൂടി ആവുമ്പോ കുറച്ചും കൂടി ഒരു സിനിമ ഇവരാണല്ലോ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഒരുപാടുണ്ടല്ലോ. ദുൽഖറിന്റെ വൈഫറിന്റെ ഒരു മിക്ക പടങ്ങളും ഒരു 100% ഗ്യാരണ്ടി ഫിലിംസ് അല്ലോ ചെയ്യുന്നത്. അവര് കുറച്ച് സ്റ്റാൻഡേർഡ് ഇതുവരെ അല്ലാതെ മോശമായിട്ടുള്ള ഒരു പടങ്ങളും തിയേറ്ററുകാർക്കും അവരെ പടം ഒരു അതെ ഒരു സ്റ്റാൻഡേർഡ് പടമായിരിക്കും. അതിപ്പോ പ്രേക്ഷകർക്ക് ആയി കഴിഞ്ഞാലും ദുൽഖറിന്റെ പടം എന്ന് പറയുമ്പോ അതൊരു ബ്രാൻഡായിട്ട് പടത്തിന്റെ വിജയത്തിനും പുള്ളിയുടെ ബ്രാൻഡും ഉണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു പ്രയത്നമുണ്ട്. തിയേറ്ററിൽ പടങ്ങൾ എടുക്കുമ്പോ നോക്കില്ലേ അതിന്റെ ബ്രാൻഡിന്റെ പടം പറയുമ്പോൾ അങ്ങനെ അതിപ്പോ ആരായാലും നോക്കില്ല. സംവിധായകർ ആരാണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ ആരാണ്, അല്ലെങ്കിൽ വിതരണക്കാരാണെന്നൊക്കെ ഒരുവിധം ആളുകളൊക്കെ അത് നോക്കിയിട്ട് ബിഗ് ബ്രാൻഡ് തീർച്ചയായിട്ടും മൊത്തം ബ്രാൻഡ് ആയിട്ടില്ല. കോടികള് 1000 കോടിയിലേക്ക് പോകുന്നുണ്ടല്ലേ? പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ കൂടും. ഇപ്പൊ OTT 26-ാം തീയതി വെച്ചത് വീണ്ടും നീട്ടിയില്ലേ കളക്ഷൻ? ഇത്രയും ഇതുപോലെ പറഞ്ഞില്ലേ, ഇപ്പൊ ഇത്രയും ജനങ്ങള് ഇനിയും കാണാൻ ബാക്കി നിൽക്കുന്നു. പിന്നെ പറഞ്ഞ നമ്മള് OTT ഇറങ്ങി കഴിഞ്ഞാലും മൊബൈലില് കാണുന്നതും തിയേറ്ററിൽ വന്ന് കാണുന്നതും തമ്മിൽ വ്യത്യാസം. എത്ര നല്ല പടങ്ങള് വന്നാലും അത് OTT-യില് കാണുന്നതിനും എക്സ്പീരിയൻസ് ചെയ്യാൻ തിയേറ്ററിലുണ്ട്. അതെന്തായാലും ഉണ്ടല്ലോ. അതിപ്പോ നമ്മള് വീട്ടില് TV-യില് ഇരുന്ന് കാണുന്നതും അല്ലെങ്കിൽ ഹോം തിയേറ്ററിൽ കാണുന്നതും തിയേറ്ററിൽ വന്നിട്ട് ആ സൗണ്ട് എഫക്റ്റും ആ ക്ലാരിറ്റി ഇതൊക്കെ കൂടി കാണുമ്പോ എല്ലാവരും ഫീല് കിട്ടുമ്പോ അതാ ഞാൻ പറഞ്ഞത്. ചില 4K അല്ല അല്ലെങ്കിൽ അറ്റ്മോസ് ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കണ്ടിട്ടും സൗണ്ട് എഫക്റ്റ് ഇവിടെ കാണുമ്പോ അതൊരു അവിടെ കണ്ട പോലെ അല്ല ഇവിടെ എന്നുള്ള ഒരു അതാണ്. ഇപ്പൊ വേറൊരു സ്ഥലത്ത് പോയിട്ട് കണ്ടിട്ട് അല്ല നമുക്ക് ജോസിലും കൂടി ഒന്ന് കണ്ടു നോക്കാം, ഇവിടുത്തെ എക്സ്പീരിയൻസും കൂടി നോക്കാം, എന്നിട്ട് ഇവിടെ കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോ അവിടെ കണ്ടിട്ടുള്ളതല്ല വ്യത്യാസമുണ്ട് ഇവിടെ സൗണ്ട് സിസ്റ്റത്തില്. തീർച്ചയായിട്ടും ഒരേ അഭിപ്രായക്കാർ തന്നെയാണ്. പിന്നെ പല എങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവും. ഇതിപ്പോ നമ്മൾ സ്റ്റാർട്ടിങ്ങില് നമ്മൾ ഇതോട് 4K അറ്റ്മോസോട് കൂടി തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ക്ലാരിറ്റിയുടെ കാര്യത്തിലായി കഴിഞ്ഞാലും നമ്മുടെ സ്ക്രീനില് നല്ല മറ്റുള്ളടത്ത് ഡാർക്ക് പോലെ തോന്നി കഴിഞ്ഞാലും അവര് അവിടെ കണ്ടിട്ട് ആകെ ഡാർക്കാണുള്ള ചേട്ടാ ഇവിടെ നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അതുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഇവിടെ തന്നെ കണ്ട് കാണണം എന്നുള്ളൊരു താല്പര്യമുള്ള ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും 1000 കോടിയിലേക്ക് പൊട്ടപ്പടം. അതെ, അവിടെ വിജയത്തിലേക്ക് എത്തട്ടെ. ഇനി 2ാം ഭാഗവും ഇതേപോലെ തന്നെ തള്ളി എല്ലാവർക്കും ഒരു സന്തോഷാവട്ടെ. ഇനിയിപ്പോ അടുത്ത ഭാഗം വരുമ്പോ എല്ലാ തിയേറ്ററുകാർക്കും അത് വെക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. ഫസ്റ്റ് ഇത്രയും വിജയിച്ചല്ലോ, അപ്പൊ സെക്കൻഡ് ഉണ്ടാവും. അപ്പൊ അത് എല്ലാവരും കാത്തിരിക്കും. ജനങ്ങളും ഓഡിയൻസും എല്ലാവരും അത് വെയിറ്റ് ചെയ്തിരിക്കും. അത് തീർച്ചയാണ്.